ഹായ് റോക്കി. ഓക്കെ, അപ്പം ഞാൻ യാത്രയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർമ്മ വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും എത്ര മനസ്സുണ്ട്, നമുക്ക് ഓരോരുത്തർക്ക് എത്ര മനസ്സുണ്ട് നിങ്ങൾക്ക് അത് അറിയാമോ? നമുക്ക് ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. ഉപബോധ മനസ്സ്, ബോധത്തിനും അവബോധത്തിനും ഇടയിലുള്ള ഒരു ഉപബോധം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവം കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ നോർമലി ബോധപൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ യാതൊരുവിധമായിട്ടുള്ള ലഹരി ഒന്നും യൂസ് ചെയ്യാണ്ട് ബോധപൂർവം പറയുന്ന ഒരു കാര്യത്തിന് ബോധപൂർവം പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അതിന് അബോധപൂർവം, അതായത് അയാൾ എന്തെങ്കിലും ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് അപബോധം. അപ്പൊ എന്താണ് ഉപബോധം? ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഒരു സംഭവമാണ് ഉപബോധ മനസ്സ്. അതായത് ആ ഉപബോധ മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും ഭയങ്കര ക്ലിയർ ആയിരിക്കും അല്ലേ? അതാണ് നമ്മളിപ്പം ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കാണുന്നത്. ആരും അവിടെ ബോധപൂർവം പറയുന്നതോ അവിടെ അവബോധപൂർവം പറയാതിരിക്കുന്നതോ അല്ല, അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് അവർ പറയുന്നതാണ്. കാര്യം നമുക്ക് ആ വീട് അങ്ങനെയാണ്. കാര്യം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഇപ്പൊ പലരും പറയുമല്ലോ സ്ക്രിപ്റ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും അല്ല. കാര്യം അവിടെ ഓരോ ദിവസവും സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും തനി നിറം ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ ഒരു പക്ഷേ അവർ പറയാം, ഇതൊക്കെ ഞാൻ ഗെയിമിന് വേണ്ടി ചെയ്തതാണ്, ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം, ഇവിടെ ഒരു ഗെയിമും ഇല്ല. നമ്മൾ എന്താണോ നമ്മൾ അതാണ്. അതായത് മാനം, അഭിമാനം, അന്തസ്സ്, നിലപാട്, അതുപോലെ കരുണ, കാരുണ്യം, മറ്റ് ആൾക്കാരോടുള്ള സഹാനുഭൂതി, മനുഷ്യരായിട്ട് മതിക്കാൻ പഠിക്കുന്നത്, അതുപോലെ തന്നെ നിയമത്തിന് അതിൻ്റെ രീതിയിൽ കാണുന്നത്, ഇതെല്ലാം ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഓരോ വിഷയവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പല ആൾക്കാരെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുപോലെയാണ് അവിടെ ഉള്ള ഓരോരുത്തരും പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും, അവർ ഓരോരുത്തരെയും അവരെ പോലുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്നെ പോലുള്ള ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ വേറൊരാളിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അവരെ പോലുള്ള ആൾക്കാരായിരുന്നു. കാര്യം അവിടെ നിയന്ത്രിക്കുന്നതെല്ലാം തന്നെ അത് നമ്മൾ തന്നെയാണ്. അവിടെ നമ്മൾ എന്താണോ അത് തന്നെയാണ് അവിടെ, വേറെ യാതൊരു മാറ്റവും ഇല്ല. ഇതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നവർ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.